ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ഡിജിറ്റൽ ടെക്. അപ്പോൾ നമ്മുടെ 10th ICTയുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇങ്ക്സ്കേപ്പിലെ ഫസ്റ്റ് പാർട്ട് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ. കാരണം നമ്മൾ ഇത്രയും ഭാഗമാണ് ചെയ്തു വെച്ചിരുന്നത്. അതായത് ഒരു ക്യാൻവാസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നും അതിലെങ്ങനെ കളർ കൊടുക്കാമെന്നും അതിൻ്റെ ബോർഡറൊക്കെ എങ്ങനെ കളയാമെന്നും അതുപോലെ എങ്ങനെ ടൈപ്പ് ചെയ്യാമെന്നുള്ളത് നമ്മൾ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഈ വീഡിയോ കാണുക. അപ്പം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡിജിറ്റൽ ടെക്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്തു. നമുക്കിനി ചെയ്യാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഇത്രയും വരെയാണ് ചെയ്തു വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഒരു ബേർഡ് ഉണ്ട്, ആ ബേർഡിനെ കൊണ്ടുവരണം. അതുപോലെ ബേസിയർ കർവ് ടൂൾ ഉപയോഗിച്ച് നമുക്കിങ്ങനെ ഒരു ലീഫ് വരുന്നതും തണ്ട് വരുന്നതായിട്ടുള്ള കാര്യങ്ങൾ വരയ്ക്കണം. ഫസ്റ്റ് ആ ബേസിയർ കർവ് ടൂൾ ആരാ കൊണ്ടുവന്നേ? പിയറി ബേസിയർ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് എഞ്ചിനീയർ ആണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു സ്ട്രെയിറ്റ് ലൈനെ എങ്ങനെ കർവ് രൂപത്തിലാക്കിയെടുക്കാം എന്നുള്ളതാണ് ബേസിയർ കർവ് ടൂൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതിനുശേഷം നമുക്ക് ലീഫ് വരയ്ക്കാനായിട്ട് 2 സർക്കിൾ വെച്ച് ഒപ്പാസിറ്റി ഒക്കെ കുറച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ലീഫിൻ്റെ ഷേപ്പിൽ ഇൻ്റർസെക്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതിനുശേഷം നമ്മൾ പോസ്റ്ററിലേക്ക് കൊണ്ടുവെക്കണം. അതിൽ ബേഡിൻ്റെ ചുണ്ടിലാണ് അതിരിക്കേണ്ടത്. ആ ബേഡ് കുറേ സർക്കിൾ വരുന്നതിനകത്ത് കുറേ സർക്കിളുകളെ ഗ്രൂപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഇതേപോലെ ഒരു പോസ്റ്റർ ആക്കി എടുക്കാൻ പോവുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇങ്ക്സ്കേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പേജ് ഓപ്പൺ ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം സർക്കിൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഞാൻ ആദ്യം ഒരു സർക്കിളിൻ്റെ ക്രിയേറ്റ് സർക്കിൾസ് ആൻഡ് എലിപ്സ് എന്നുള്ള ടൂള്, ആർക്ക്, അതിൻ്റെ ടൂള് സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ഞാനൊരു സർക്കിൾ വരയ്ക്കുകയാണ്. അപ്പം നല്ലൊരു സർക്കിളിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. പല പല ഷേപ്പാവുന്നുണ്ട്. നമ്മൾ ആ കൺട്രോൾ പ്രസ് ചെയ്ത് നല്ല ഷേപ്പിൽ തന്നെ വരും. അതിനുശേഷം അതിനൊരു ലൈറ്റ് കളർ ഞാൻ കൊടുക്കുകയാണ്. ഇപ്പം നോക്കിയാൽ ഗ്രീൻ കളർ ബോർഡർ വന്നിട്ടുണ്ട്. ഞാൻ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഇൻറ്റു കൊടുക്കുകയാണെങ്കിൽ ആ ബോർഡർ അങ്ങ് പോകും. നെക്സ്റ്റ് ഈ ടൂളിനെ ഒന്ന് സെലക്ട് ചെയ്യുക. ദെൻ കൺട്രോൾ D പ്രസ് ചെയ്യുക. എന്തിനാണ് ഈ കൺട്രോൾ D എന്നറിയാമോ? ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനാണ്. ഷിഫ്റ്റ് കൺട്രോൾ പ്രസ് ചെയ്ത് കുറച്ച് അകത്തേക്ക് ആക്കുമ്പോൾ വേറൊരു കളറിലെ സർക്കിളിൻ്റെ വന്നിട്ടുണ്ട് നമുക്ക്. വീണ്ടും ഞാൻ കൺട്രോൾ D പ്രസ് ചെയ്തു. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനാണ് കൺട്രോൾ D. അതുപോലെ തന്നെ എഡിറ്റിനകത്തും ഉണ്ട് ഡ്യൂപ്ലിക്കേറ്റ്, അങ്ങനെയും ചെയ്താലും വരും. ഓക്കെ, ഞാൻ ഷിഫ്റ്റ് കൺട്രോൾ പ്രസ് ചെയ്ത് കുറച്ചും കൂടെ അകത്തേക്ക് എടുക്കുകയാണ്. അപ്പം ഞാൻ വേറൊരു കളർ ചൂസ് ചെയ്യാണ്. ഓക്കെ, ഇച്ചിരി കൂടിപ്പോയി. ഇപ്പുറത്തെ കളർ ചൂസ് ചെയ്തു. ദെൻ വീണ്ടും ഞാൻ എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ് കാണിച്ചു തരാം. എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ് എന്നിട്ട് കൺട്രോൾ D ആണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, വീണ്ടും ഇച്ചിരി അകത്തോട്ടാക്കി നെക്സ്റ്റ് കളർ എടുത്തു. വീണ്ടും ഞാൻ കൺട്രോൾ D പ്രസ് ചെയ്തു. ഷിഫ്റ്റ് കൺട്രോൾ പ്രസ് ചെയ്ത് ഒരേ ഷേപ്പിലകത്തേക്കാക്കാനാണ് ഷിഫ്റ്റ് കൺട്രോൾ യൂസ് ചെയ്യുന്നത്. വീണ്ടും കൺട്രോൾ D പ്രസ് ചെയ്തു. ഷിഫ്റ്റ് കൺട്രോൾ പ്രസ് ചെയ്ത് കുറച്ച് അകത്തേക്കാക്കി ഡാർക്ക് കളർ കൊടുത്തു. കൺട്രോൾ D ഷിഫ്റ്റ് കൺട്രോൾ പ്രസ് ചെയ്ത് കുറച്ച് അകത്തേക്കാക്കി ഡാർക്ക് കളർ ഇങ്ങനെ ആക്കി വെച്ചു. അപ്പം നോക്കിയാൽ നല്ല രസമുണ്ട് കാണാൻ അല്ലേ? കുറേ സർക്കിൾ വന്നിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഓരോന്നോരോന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഓരോന്നോരോന്ന് ഇളകിപ്പോരും. കണ്ടോ, പിടിച്ച് ഇളകിപ്പോരും. അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. ഞാനിത് മൊത്തത്തിലൊന്ന് സെലക്ട് ചെയ്തു. എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? ഇവിടുത്തെ ഈ ആരോ ഓപ്പൺ ആയിരിക്കണം. അതായത് സെലക്ട് ആൻഡ് ട്രാൻസ്ഫോം ഒബ്ജക്റ്റ് സെലക്റ്റഡ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് സെലക്ട് ആവും. ഒരുപാട് സർക്കിൾ വന്നിട്ടുണ്ട്. 1 2 3 4 5 6 7 7 സർക്കിൾസ് വന്നിട്ടുണ്ട്. ഇതിനെ ഞാനിനി ഗ്രൂപ്പ് ചെയ്താൽ മാത്രമേ എനിക്ക് ഇങ്ങോട്ട് നീക്കി ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. എൻ്റെ ഗ്രൂപ്പ് ചെയ്യുന്നത് എവിടുന്നാ? ഒബ്ജക്റ്റ് ഗ്രൂപ്പ്. തിയറിക്ക് ചോദിക്കാം കേട്ടോ. ഒബ്ജക്റ്റിലാണ് ഗ്രൂപ്പ് കിടക്കുന്നത്. ഗ്രൂപ്പിൻ്റെ ഷോർട്ട് കട്ട് കൺട്രോൾ G ആണ്. ഞാൻ ഷിഫ്റ്റ് കൺട്രോൾ പ്രസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചെറുതാക്കാം. നമുക്ക് ഈ ഒരു ഇതിനനുസരിച്ചുള്ള വലിപ്പം മതി. ഞാൻ കൊണ്ടുവന്ന് ഇങ്ങോട്ടേക്ക് വെച്ചു. കണ്ടല്ലോ, നമ്മുടെ സർക്കിളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചു. ഇനി നമ്മൾ ബേർഡിനെ കൊണ്ടുവരുന്നതിന് മുന്നേ ആ ലീഫ് ഒന്ന് സെറ്റ് ചെയ്യാൻ പോവാം. അതിനൊരു തണ്ട് വരയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ് ബേസിയർ കർവ് എന്നുള്ള ഈ ടൂള്. ഡ്രോ ബേസിയർ കർവ്സ് ആൻഡ് സ്ട്രെയിറ്റ് ലൈൻ. അതിന് വേണ്ടിയിട്ടാണ് ബേസിയർ കർവ് ഉപയോഗിക്കുന്നത്. ആരാ ഇത് കൊണ്ടുവന്നേ? പിയറി ബേസിയർ. അപ്പം നോക്കുക, ഇത് 3 മോഡുണ്ട്. ഒന്നാമത്തെ മോഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചിട്ട് നിങ്ങൾ എൻ്റർ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒന്നും കാണത്തില്ല. ഞാനും കുറേ പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ട് പിന്നാണ് ശ്രദ്ധിച്ച മോഡ് ഇതിൽ ഏതെങ്കിലും മോഡ് ഇട്ടാൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. രണ്ടാമത്തെന്ന് വെച്ചാൽ സ്പൈറോ പാത്താണ്. ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് ഞാൻ എൻ്റർ പ്രസ് ചെയ്തിട്ട് ഞാൻ ഇതൊന്ന് വളയ്ക്കാൻ നോക്കുമ്പോൾ ഇതൊരു എഡിറ്റ് പാത്ത് ബൈ നോഡ് എടുത്ത് ഞാനിങ്ങനെ വളയ്ക്കാൻ നോക്കുമ്പോഴുണ്ടല്ലോ ഇങ്ങനെ വേറൊരു ഷേപ്പൊക്കെ എനിക്ക് വരുന്നത്. അതായത് ഒരു പരാബോളിക് ഷേപ്പൊക്കെയാണ് വരുന്നത്.
അതുകൊണ്ട് ഞാൻ അതും കളഞ്ഞു. അതും പറ്റത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ മൂന്നാമത്തെ മോഡ് ചൂസ് ചെയ്തു. അതായത് ബേസിയർ കർവിലെ മൂന്നാമത്തെ മോഡ് ചൂസ് ചെയ്ത് ഞാൻ വരച്ചപ്പം എനിക്ക് കറക്റ്റായിട്ട് കിട്ടി. ഞാൻ ഇപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ വരച്ചു, എൻ്റർ അടിച്ചു. എന്നിട്ട് ഞാൻ ഇതിന് കളർ കൊടുക്കണം. അതിന് വേണ്ടി ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ടാണ് ഞാൻ കളർ കൊടുക്കുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഒബ്ജക്റ്റ് ഫിൽ ആൻഡ് സ്ട്രോക്കിലെ സ്ട്രോക്ക് സ്റ്റൈലിൽ സ്ട്രോക്ക് വിഡ്ത്ത് ഉണ്ട്, അത് കുറച്ചൊന്ന് കൂട്ടി കൊടുത്താൽ മതി. നമുക്ക് നല്ല കട്ടിക്കുള്ള തണ്ട് കിട്ടി. കുറച്ചൊന്ന് കുറച്ച് കൊടുക്കുക. ഓക്കെ, ഇത്രയും വേണ്ട, ഇത്രയൊക്കെ മതി. ഓക്കെ, അപ്പം ഞാനത് ആക്കി. താണ്ട എനിക്കൊരു തണ്ട് വന്നിട്ടുണ്ട്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള തണ്ടാണ്. പക്ഷേ എനിക്ക് വേണ്ടുന്നത് ഇപ്പം എനിക്ക് വേണ്ടുന്നതെന്ന് പറയുന്നത് കുറച്ച് വളഞ്ഞിരിക്കുന്ന തണ്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് എഡിറ്റ് പാത്ത് ബൈ നോഡ് എന്നുള്ള രണ്ടാമത്തെ ടൂൾ ഉണ്ടല്ലോ, ആ ടൂള് ചൂസ് ചെയ്യണം. അപ്പോൾ എങ്ങനെ ഇരിക്കണം എനിക്ക് തണ്ട്? വേണ്ട ഒന്ന് വളഞ്ഞൊക്കെ ആയിരിക്കുന്നത് അല്ലേ. നമുക്ക് എങ്ങനെയാണ് വളഞ്ഞിരിക്കുന്നത്? ലെഫ്റ്റിൽ നിന്ന് ഇങ്ങനെ വന്ന് റൈറ്റിലേക്ക് ഇങ്ങനെ ഒരു വളവാണ് വന്നിരിക്കുന്നത്, ഒരു എസ് വളവ്. ഓക്കെ, നമുക്ക് വളയ്ക്കാൻ വേണ്ടിയിട്ട് എഡിറ്റ് പാത്ത് ബൈ നോഡ് ചൂസ് ചെയ്യുക. ദെൻ നമ്മൾ ഈ വരച്ച് വെച്ചിരിക്കുന്ന ഈ തണ്ടിൽ ഡബിൾ ക്ലിക്ക് ചെയ്യണേ. എന്നിട്ട് ഇതിനെ എങ്ങോട്ടേക്കാണോ വളയ്ക്കേണ്ടത് അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇതിപ്പോൾ എനിക്ക് അങ്ങോട്ടാണ് പോകുന്നത്, ഇങ്ങോട്ടേക്ക് വളച്ചു. ദെൻ ഞാൻ വീണ്ടും ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വളച്ചു. കണ്ടോ, ഒരു എസ് വളവ് വന്നേക്കുന്നുണ്ടോ? ഇത്രയും വളയുണ്ടെങ്കിൽ ഇങ്ങനട്ടേക്ക് ആക്കുക. 2-3 പ്രാവശ്യം അടിക്കുമ്പോൾ നമുക്ക് ആ വളഞ്ഞ വര കിട്ടി കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് വരച്ചതെന്ന്. ഒന്നുകൂടെ കാണിച്ചു തരാം. ബേസിയർ കർവ് എടുക്കുക, ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്യുക. എന്നിട്ട് ഒന്നുകിൽ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക, ഇല്ലെങ്കിൽ എൻ്റർ കീ പ്രസ് ചെയ്യുക, കീബോർഡിലെ എൻ്റർ. ഈ മോഡായിരിക്കണം ഓപ്പണായി കിടക്കേണ്ടത് കേട്ടോ. ഇത് രണ്ടും ആണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈപ്പ് കിട്ടത്തില്ല. ദെൻ എഡിറ്റ് പാത്ത് ബൈ നോഡ് എടുക്കുക. നമ്മൾ ഇതിനകത്തുനിന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഒന്നും ആവുന്നില്ല. അപ്പോൾ നമ്മൾ 2-3 പ്രാവശ്യം ഒന്ന് അടിച്ചു നോക്കണം. അപ്പോൾ കളർ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് നമ്മളൊരു ഗ്രീൻ കളർ കൊടുത്തു, കട്ടി ഒന്ന് കൂട്ടി കൊടുത്തു. ഓക്കെ, ഇച്ചിരി കട്ടി കൂടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ 2-3 പോയിന്റ്സ് വരും. അതിലൊരു ഡയമണ്ട് ഷേപ്പ് വരുന്നത് വെച്ചാണ് ഈ വളയുന്നത്. ഇങ്ങോട്ട് വളച്ചാൽ എനിക്ക് ഇങ്ങനെ വളഞ്ഞു കിട്ടും. ഞാനിപ്പോൾ ഇങ്ങോട്ട് വളച്ചാൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ ഇങ്ങോട്ടൊന്ന് വളച്ച് കാണിച്ചു തരാം. വീണ്ടും ഞാൻ ഇങ്ങോട്ടേക്ക്. കണ്ടോ, എനിക്ക് 2 ടൈപ്പിലേക്ക് വളഞ്ഞിരിക്കുന്ന വര കിട്ടിയതുകൊണ്ടില്ലേ. ഇതേപോലാണ് ബേസിയർ കർവ് വെച്ച് വരയ്ക്കുന്നത്. ഞാൻ ഇതിനെ ഡിലീറ്റ് ചെയ്യാൻ പോവാ. ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ്. സോറി, ഇടയ്ക്കൊരു ഡിസ്റ്റർബൻസ് വന്നുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തതാണ്. ദെൻ അടുത്ത് നമുക്ക് വരുന്നത് 2 സർക്കിളുകൾ വരയ്ക്കുക. ബോർഡർ ഉണ്ട്. ഞാൻ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇൻഡുവിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ആ ബോർഡർ പോകും. ബോർഡറിൻ്റെ പേര് സ്ട്രോക്ക് എന്നാണ്, മറന്നു പോകരുത്. എന്നിട്ട് ഞാനൊരു ഗ്രീൻ കളർ കൊടുത്തു. ഓക്കെ, ഇനി ഒപ്പാസിറ്റി ഇച്ചിരി കുറഞ്ഞെടുക്കാം. ഞാൻ ഒപ്പാസിറ്റി കൂട്ടി വെച്ചു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടി ഇതിനെ ഒന്ന് സെലക്ട് ചെയ്യുക. Ctrl+D പ്രസ് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. ജസ്റ്റ് ഇങ്ങോട്ടേക്ക് മാറ്റി. അപ്പോൾ അതിന് അടിക്കുള്ള ആ ഒരു സർക്കിളിനെ കാണാൻ വേണ്ടി ഞാൻ ഒപ്പാസിറ്റി ഇച്ചിരി കുറയ്ക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ലെയർ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കുറച്ചും കൂടെ ഞാനൊന്ന് കുറച്ചപ്പോൾ കണ്ടോ, നല്ലതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ അടുക്കിയിരിക്കുന്ന സംഭവം അല്ലേ. അപ്പം നമ്മളിനി ഇതിനെ രണ്ടിനെയും കൂടെ ഒന്ന് സെലക്ട് ചെയ്യണം. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് 2ആയിട്ട് പ്രസ് ചെയ്താലും, അതായത് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഒരു സർക്കിളും ഈ സർക്കിളും കൂടെ ചൂസ് ചെയ്താലും വരും. ഇല്ലെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് വരയ്ക്കുക. അതാണ്ടേ, ഇങ്ങനെ ഒന്ന് വരച്ചാലും മതി. ഇപ്പോൾ രണ്ടും കൂടെ സെലക്ട് ആവും. ഇനി നമ്മളിതിൻ്റെ കോമൺ പാർട്ട് കിട്ടാൻ വേണ്ടി പാത്തിനകത്ത് ഇൻ്റർസെക്ഷനാണ് എടുക്കുന്നത്. എടുക്കുക, പാത്ത് ഇൻ്റർസെക്ഷൻ. എന്ത് പറ്റി? ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പാത്തിനകത്ത് ഇൻ്റർസെക്ഷൻ എടുത്തിട്ട് ഇതിനെ ഒന്ന് ചെറുതാക്കിയാൽ മതി. ഓക്കെ, പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ചെറുതാക്കിയിട്ടൊക്കെ വേണം ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുറേ പ്രാവശ്യം ഇരുന്ന് ചെറുതാക്കേണ്ടി വരും. വേണ്ടേ, എന്നിട്ട് ഇങ്ങോട്ട് നിരത്തി വെക്കുക. 1 2 3 4 5 6. ഞാൻ 6 ഇലകൾ ചെയ്തിട്ടുണ്ട്.
ഞാൻ ഒന്നാമത്തെ ഇലയെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചു, നടുക്ക് കൊണ്ട് വെച്ചു. ഇതിനെ ഇച്ചിരി കറക്കണം അല്ലേ, നമുക്കിത് ഇങ്ങനെ വെച്ചപ്പോൾ ഇങ്ങനെയല്ല വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ റൊട്ടേറ്റ് ചെയ്യാൻ നടുക്ക് ഒന്നുകൂടെ പ്രസ് ചെയ്യുമ്പോൾ ഈ ആരോ മാറും. നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്യുക, എന്നിട്ട് ഇതിനെ കൊണ്ടുവന്ന് ഇങ്ങോട്ടേക്ക് ചേർത്ത് വെക്കുക. റൊട്ടേറ്റ് ചെയ്യുക, ഇതിനെ എടുത്തുകൊണ്ട് വന്ന് ഒന്നുകൂടെ റൊട്ടേറ്റ് ചെയ്യുക. ഇങ്ങോട്ടേക്ക് വെക്കുക. ഇതിനെ റൊട്ടേറ്റ് ചെയ്യുക. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ കുറച്ച് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഇവിടെ 2-3 കുഞ്ഞുങ്ങളുണ്ട്, അവരുടെ ഈ സൗണ്ടൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഡിസ്റ്റർബ് ആവുന്നെങ്കിൽ ക്ഷമിക്കുക. രണ്ടും ഒരുമിച്ചിരിക്കുന്നത്. ഇലയുടെ ഷേപ്പ് ഞാൻ ഇച്ചിരി കുറച്ച്. ഓക്കെ, താഴെ ഇരിക്കുന്നുണ്ട്. ഇത്ര ഇലയുടെ ആവശ്യമുള്ളൂ, നമുക്കിതിൻ്റെ ആവശ്യമില്ല. നമ്മളിതിനെ അങ്ങ് ഡിലീറ്റ് ചെയ്തു. ഇനി ഇതിനെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് പറക്കിയെടുത്തുകൊണ്ട് പോകേണ്ട അവസ്ഥയാവരുത്. നമ്മളിതിനെ ഗ്രൂപ്പ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് പിടിച്ച് നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഈ ലീഫ് സെലക്ട് ആയില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, മൗസ് കുറച്ച് മേളോട്ടാക്കിയിട്ട് ജസ്റ്റ് വലുതായിട്ട് തന്നെ ഇതൊന്ന് എടുക്കുക. ഓക്കെ, അതിനുശേഷം ഒബ്ജക്റ്റ് ഗ്രൂപ്പ് Ctrl+G ആണ് ഷോർട്ട് കട്ട്, എല്ലാവരും ഓർത്തിരിക്കുക. ദെൻ ഷിഫ്റ്റ് കൺട്രോൾ പ്രസ് ചെയ്ത് നമ്മളിതൊന്ന് ചെറുതാക്കി, ഇലയൊന്ന് ചെറുതാക്കിയൊക്കെ വെച്ചു. ഇനി നമ്മുടെ ബേർഡിനെ കൊണ്ടുവരണം. നമ്മുടെ ഫയലിൽ ഓൾറെഡി ഉണ്ട്. ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് വരയ്ക്കുകയായിരുന്നു ചെയ്തത്, അവർക്ക് കാണുമ്പോൾ അറിയാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇമ്പോർട്ട് ചെയ്ത കൊണ്ടുവരാൻ പോവാം, അല്ലെ ഓപ്പൺ ചെയ്തിട്ട് കൊണ്ടുവരാൻ പോവാണ്. ഡോവ് SVG എന്ന് പറയുന്നൊരു ഫയലാണ്. ഞാൻ ഓപ്പൺ ചെയ്തു, ദാണ്ടത് വന്നിട്ടുണ്ട്. അത് വേറെ പേജിലാണ് വന്നത്. മറ്റേത് ഓപ്പണിൽ തന്നെ കൊടുത്തെങ്കിൽ വരും, അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്തെടുത്താലും മതി. ഇപ്പോൾ ഈ ഒരു സംഭവത്തിനെ നമുക്ക് എങ്ങനെ കൊണ്ടുവരാം, ഒന്ന് സെലക്ട് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, Ctrl+X കൊടുത്താൽ മതി. അവിടെ നിന്ന് എടുത്തിട്ട് ഇത് ക്ലോസ് ചെയ്യുക. പുറത്തെ പേജിലേക്ക് കൊണ്ടുവന്ന് Ctrl+V കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ ഞാൻ ചെയ്തത്. ഇപ്പം ഞാൻ ഈ ബേർഡിനെ കൊണ്ടുവെക്കുമ്പോഴേ ഈ ബേർഡ് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക. എനിക്ക് എങ്ങോട്ടാണ് വേണ്ടത്, അതിൻ്റെ ചുണ്ട് എങ്ങോട്ടിരിക്കണം, റൈറ്റ് സൈഡിലേക്ക് ഇരിക്കണം. ഇപ്പം ലെഫ്റ്റ് സൈഡിലോട്ട് ഇരിക്കുക അല്ലേ, ഞാൻ കൊണ്ടുവെക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ്. എനിക്ക് പിക്ചറിൽ വരണ്ടേ എങ്ങനെ, റൈറ്റ് സൈഡിലേക്ക്. ഇതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഫ്ലിപ്പ് സെലക്റ്റഡ് ഒബ്ജക്റ്റ് ഹൊറിസോണ്ടലി എന്ന് പറയുന്നൊരു ടൂളുണ്ട്. ആ ടൂളിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് വരും. നിങ്ങൾക്ക് ആ ടൂൾ അറിയത്തില്ലെങ്കിൽ H പ്രസ് ചെയ്താലും മതി കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ H പ്രസ് ചെയ്തപ്പോൾ തിരിഞ്ഞുണ്ടോ, അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ആ ടൂള് കാണിച്ചു തരാം. ഇവിടെ നോക്കിയേ, 4 ടൂള് കിടപ്പുണ്ട് കണ്ടോ, ഓരോന്ന് നോക്ക്. എന്താ പ്രത്യേകത, ഇത് വെർട്ടിക്കൽ, ഇതാണ് ഫ്ലിപ്പ് ഹൊറിസോണ്ടലി എന്ന് പറയുന്നത്, ഇത് വെർട്ടിക്കലി. മനസ്സിലായോ? അപ്പോൾ എനിക്ക് വേണ്ടുന്നത് ഈ ഒരു ടൂളാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വെച്ചിട്ട് ആ ഫ്ലിപ്പ് വെർട്ടിക്കലി ഉണ്ട്, ഫ്ലിപ്പ് ഹൊറിസോണ്ടലി ഉണ്ട്. H പ്രസ് ചെയ്താൽ മതി. ഇതാണ് ഫ്ലിപ്പ് ഒബ്ജക്റ്റ് വെർട്ടിക്കലി എന്ന് പറയുന്ന ടൂള്, ഇതാണ് ഹൊറിസോണ്ടലി ടൂള്. കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റും. അല്ലെങ്കിൽ H പ്രസ് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് ഈ ഒരു ബേർഡിനെ ഞാൻ ആദ്യം ഒന്ന് അൺഗ്രൂപ്പ് ചെയ്യാൻ പോവാണേ. ഒബ്ജക്റ്റ് അൺഗ്രൂപ്പ്, അതായത് പല പല പാർട്ടാക്കിയിട്ട് ഇതിനെ കണ്ണൊന്ന് ക്ലിക്ക് ചെയ്യണം. ഉണ്ടാ കണ്ണ് സെലക്ട് ആയത്. എന്നിട്ട് അതിനെ ഒരു വൈറ്റ് കളർ ഞാൻ കൊടുത്തു. അതിനുശേഷം ഇതിനെ ഞാൻ വീണ്ടും സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഇതിനെ ഗ്രൂപ്പ് ആക്കുക. Ctrl+G പ്രസ് ചെയ്ത് ഗ്രൂപ്പ് ആക്കി. ഇപ്പം എൻ്റെ കണ്ണ് കാണാൻ പറ്റുന്നില്ല. ദെൻ അതിനെ ഒരു വൈറ്റ് കളർ ഞാൻ കൊടുത്തു. അപ്പോൾ ഫിൽ കളറാണ് വന്നത്. അത് ഞാൻ മാറ്റി എന്ത് ചെയ്യുക, ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് വൈറ്റ് കൊടുത്തു. അപ്പോൾ എനിക്ക് ബേഡിനെ കാണാൻ പറ്റുന്നില്ല, പക്ഷെ ഞാനെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവച്ചപ്പോൾ കണ്ടോ. ഓക്കെ, ഇതിന് എത്രത്തോളം വലിപ്പം വേണമെന്നുള്ളത് നമുക്ക് ടെക്സ്റ്റിലൊന്ന് നോക്കാം. കുറച്ച് വലിപ്പമുണ്ട്, ചുണ്ട് കുറച്ച് പുറത്തോട്ട് നിൽക്കുന്ന രീതിയിലാണ്. അപ്പം ഞാൻ കുറച്ചൊന്ന് വലുതാക്കാൻ ഷിഫ്റ്റ് കൺട്രോൾ പ്രസ് ചെയ്ത് നമുക്ക് ഒരേപോലെ വലുതാക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് ഞാൻ എന്താ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വെച്ചു. ചുണ്ട് ഇങ്ങനെ പുറത്തോട്ടിരിക്കണേ. ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് വെച്ചേക്കണല്ലേ, ഓരോ ഇലയായിട്ട് ഇളകി വരും. ഇതിനെ പിടിച്ച് ഞാൻ കൊണ്ടുവന്ന് ഇങ്ങോട്ടേക്ക് വെച്ചു. അപ്പോൾ ഈ ചുണ്ടിൻ്റെ
അടിയിലേക്കാണ് വന്നത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിനെ ഒന്ന് സെലക്ട് ചെയ്ത് നേരത്തെ പറഞ്ഞു തന്നായിരുന്നു. എന്താ പറഞ്ഞു തന്നേ? ലെയർ അല്ല ഒബ്ജക്റ്റിനകത്ത് റേസ് ടു ടോപ്പ് എന്നുള്ളത് കൊടുക്കുക. ഇല്ലെങ്കിൽ പേജ് അപ്പ് എന്ന് പറയുന്ന കീ ഉണ്ട്, അതിലൊന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ചെയ്യാം. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഇതും പ്രസ് ചെയ്തതിന് ശേഷം പേജ് അപ്പ് എന്നുള്ള കീ ഞാൻ പ്രസ് ചെയ്യുകയാണ്. ഇല്ലെങ്കിൽ ഒബ്ജക്റ്റിനകത്ത് റേസ് ടു ടോപ്പ്. കണ്ടോ, ഏകദേശം നമ്മുടെ പിക്ചർ പോലെ. നമ്മുടെ ആ കണ്ണ് മാറ്റിയത് എന്തിനാണെന്ന് മനസ്സിലായോ? കണ്ണ് ദാണ്ട ഒരു വൈറ്റ് സർക്കിൾ പോലെ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അൺഗ്രൂപ്പൊക്കെ ചെയ്തിട്ട് അതിനെ സർക്കിളൊന്ന് വൈറ്റ് ആക്കിയിട്ട് മാറ്റിയത്. ഇല്ലെങ്കിൽ ആ ഡോട്ട് പോലെ കാണത്തുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മുടെ പണിയൊക്കെ തീർന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഒന്ന് മൊത്തത്തിൽ സെലക്ട് ചെയ്യുക, ഗ്രൂപ്പാക്കുക. Ctrl+G ഗ്രൂപ്പാക്കുക. ഇനി നമ്മൾ ക്യാൻവാസ് മൊത്തത്തിൽ ഇതാക്കണ്ട, ഇങ്ങനെ ഇളകിപ്പോരും. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പോകത്തില്ല. അപ്പോൾ എല്ലാവരും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ചെയ്യുക. ദെൻ എക്സ്പോർട്ട് PNG ചോദിക്കുകയാണെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ സേവ് ചെയ്താൽ മതി. ഇപ്പോൾ കാണിച്ചു തരാം, രണ്ട് രീതിയിൽ ഞാൻ കാണിച്ചു തരാം. ഫയൽ സേവ് ആസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡ്രോയിങ് മാറ്റി നിങ്ങൾക്ക് ഏത് പേരാണോ കൊടുക്കുന്നത് ആ പേരിലേക്ക് ഇതിനെ സേവ് ചെയ്യുക. inkscape.svg എന്ന് പറയുന്ന അത് സേവ് ചെയ്തു. ഞാൻ ഡെസ്ക് ടോപ്പിലേക്ക് 10A എന്ന് പറയുന്ന ഇതിനകത്തേക്ക് ഞാൻ സേവ് ചെയ്തിട്ടു. ഇനി ഇത് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ഫയൽ എക്സ്പോർട്ട് PNG ഇമേജ് എന്നുള്ളതുണ്ട്. ഇതിനകത്ത് എക്സ്പോർട്ട് ആസ്, അതായത് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ എക്സാം ചെയ്യുന്ന സമയത്ത് ഇവിടെ റോൾ നമ്പറൊക്കെ നിങ്ങൾ ചേഞ്ച് ചെയ്യുക. 10Aയിൽ 1 2 3 4 5 എന്ന് പറയുന്ന റോൾ നമ്പർ ആണെങ്കിൽ അവിടേക്കൊന്ന് സേവ് ചെയ്തിടുക. 1 2 3 4 5 സേവ് ചെയ്തിട്ട് എക്സ്പോർട്ട് ആസ് 10Aയിൽ .png സേവ് ചെയ്യുക. രണ്ട് രീതിയിൽ ചെയ്യാം. അപ്പം നമുക്കത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഡെസ്ക് ടോപ്പിൽ താണ്ട SVG ഇമേജ് വന്നിട്ടുണ്ട്. പിന്നെന്താ നമുക്ക് വരണ്ടേ? PNG ഇമേജ് എവിടെയാണ് നമ്മൾ സേവ് ചെയ്തിട്ടത്? ഡെസ്ക് ടോപ്പിലല്ലായിരുന്നു. ടെൻഡേയിൽ അതാണ്ട് നമ്മുടെ PNG ഇമേജ് നമുക്ക് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, SVGയും PNGയും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞുതരാം. SVG ഇമേജ് നമ്മൾ ഇങ്ങനെ ക്ലാരിറ്റി വല്ല നഷ്ടപ്പെടുന്നുണ്ടോ? ഇങ്ങനെ സൂം ചെയ്യുന്നതനുസരിച്ച് നമുക്ക് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? ഇല്ല. പക്ഷേ നമുക്ക് PNG ഇമേജ് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ സൂം ചെയ്യുന്ന സമയത്ത് കുറേ ബ്ലറായിട്ട് തോന്നുന്നുണ്ടോ? കുറേ സ്ക്വയേഴ്സ് പോലെ നമുക്കിങ്ങനെ തോന്നും. കണ്ടോ, ഇവിടെ എല്ലാം ബ്ലറായിട്ട് നമുക്കിങ്ങനെ ക്ലാരിറ്റി നഷ്ടപ്പെടും. അതാണ് റാസ്റ്റർ ഇമേജും വെക്റ്റർ ഇമേജും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പ്രാക്ടിക്കൽ സെക്ഷൻ തീർന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലാകാത്തവർ ഒന്നും കൂടെ വീഡിയോ ഒന്ന് കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക. അപ്പം എല്ലാവരും ഇതിൻ്റെ 7 മാർക്ക് കൊണ്ട് കളയരുത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. Please subscribe my channel and share it the useful students. Okay, thank you so much.